അങ്ങനെ ഈ വർഷത്തെ ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സും അതുപോലെ തന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഇന്ന്, അതായത് ഈ സെപ്റ്റംബർ 23 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എൻഡ് ചെയ്യുന്നത് ഒക്ടോബർ 5-നാണ്. ഈ പറഞ്ഞ ഒരു ഒക്ടോബർ 5 അതുവരെയൊക്കെ ആയിരിക്കും നമുക്ക് ബിഗ് ബില്യൺ ഡേയ്സും അവൈലബിൾ ആയിരിക്കുക. വർഷത്തിൽ ഒരു തവണയാണ് ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അതുപോലെ തന്നെ ബിഗ് ബില്യൺ ഡേയ്സും നടക്കുക. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. നമുക്ക് പല പ്രീമിയം സ്മാർട്ട് ഫോൺസും അതുപോലെ തന്നെ ഗാഡ്ജറ്റുകളും ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ ഈ ഒരു സെയിൽ സീസണിൽ വാങ്ങുവാനായിട്ട് സാധിക്കും. പ്രൊഡക്റ്റിന് ഓൾറെഡി വില കുറയും. അതിന് കൂടുതൽ തന്നെ നമുക്ക് കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടിൽ നമുക്ക് ഉൽപ്പന്നം വാങ്ങാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങണം, ഇപ്പോൾ അർജൻറ്റായിട്ട് വാങ്ങേണ്ടതില്ല എന്നുണ്ടെങ്കിൽ പലരും ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, കാർട്ടിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ വാങ്ങുന്ന നിരവധി ആളുകളുണ്ട്. ഈ ഒരു സെയിൽ സീസണിൽ ഈ ഇ കൊമേഴ്സ് കമ്പനികൾ ഏതെങ്കിലും ബാങ്കുമായിട്ടോ കാർഡ് ഇഷ്യൂവേഴ്സുമായിട്ടോ ടൈപ്പ് ആയിട്ട് അവരുടെ കാർഡിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. സോ ആ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക. സോ ഈ വർഷം ഈ ഒരു ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലും സെയിൽ സീസണിൽ നമുക്ക് ഏതൊക്കെ കാർഡിലാണ് ഓഫേഴ്സ് വരുന്നത്, എന്തൊക്കെ ഓഫേഴ്സാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു സെയിൽ സീസണിൽ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് കുറച്ച് എമൗണ്ട് കൂടി സേവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യാം. സോ വെൽക്കം ടു അനദർ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം കാർഡ് ഓഫേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നമുക്ക് SBI കാർഡ്സിനാണ് ഡിസ്കൗണ്ട് വരുന്നത്. SBIയുടെ ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ SBI കാർഡ്സിൻ്റെ ക്രെഡിറ്റ് കാർഡിനും നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് അപ് ടു 10% ഡിസ്കൗണ്ട് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. 10% എങ്കിലും എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് എത്ര തവണ ഈ ഒരു ഓഫർ പീരീഡിൽ ഈ ഒരു ഓഫർ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ആമസോണിൽ ലഭ്യമായിട്ടുള്ള കാർഡ് ഓഫർ എന്ന് പറയുന്നത് ആമസോൺ ICICI കാർഡ് ഉണ്ട്, അവരൊരു കോ ബ്രാൻഡഡ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈം മെമ്പർ ആണെങ്കിൽ 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നേടാം. അതേപോലെ തന്നെ ഇപ്പോൾ നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് 3% ക്യാഷ് ബാക്കും നേടുവാനായിട്ട് സാധിക്കും. അത് കൂടാതെ ചില ഫിൻടെക് കമ്പനികളുടെ UPI വഴി പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഓഫേഴ്സ് ഒക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് ആമസോണിൽ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, പിന്നെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്കൊക്കെയാണ് കൂടുതലും ഓഫേഴ്സ് വരുന്നത്. ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് ഏത് കാർഡിനാണ് ഓഫർ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഓരോ പ്രൊഡക്റ്റുകൾക്കനുസരിച്ച് ഈ ഒരു കാർഡ് ഓഫേഴ്സിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പേജ് എടുക്കുമ്പോൾ നമുക്ക് താഴത്തായിട്ട് ആ ഒരു പ്രൊഡക്റ്റിൽ ഏതൊക്കെ ബാങ്കിൻ്റെ ഓഫേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, എത്ര രൂപയുടെ ഡിസ്കൗണ്ട് നേടാം, അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാർഡിന് ഓഫേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് ഡിസ്കൗണ്ട് നേടാം. ഇത് കൂടാതെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ചില ഫിൻടെക് കമ്പനികളുടെയൊക്കെ UPI പ്ലാറ്റ്ഫോം വഴി പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, ക്രെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി. ഇനി രണ്ട് പ്ലാറ്റ്ഫോമിലും ലഭ്യമായുള്ള ഓഫേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നോക്കാം. ആദ്യത്തെ ഒരു ബാങ്ക് ഓഫർ എന്ന് പറയുന്നത് SBIയുടെ ഡെബിറ്റ് കാർഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് SBIയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡിസ്കൗണ്ട് നേടാം. ഒന്നാമത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് ബേസ് ഓഫറാണ്. നമുക്ക് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നേടാം. മാക്സിമം അപ് ടു ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് 1500 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ഓഫർ പീരീഡിൽ 16 തവണ ഈ ഒരു ഡെബിറ്റ് കാർഡിൽ ഈ ഒരു ബേസ് ഓഫർ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ബോണസ് ഡിസ്കൗണ്ട് ആണ്. നമുക്ക് അപ് ടു 7000 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടാം. അതും നമുക്ക് ഈ ഒരു ഓഫർ പീരീഡിൽ 16 തവണ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു ബേസ് ഓഫർ പ്ലസ് ബോണസ് ഡിസ്കൗണ്ട് എന്ന രീതിയിലാണ് നമുക്ക് SBIയുടെ ഡെബിറ്റ് കാർഡിൽ ഓഫർ വരുന്നത്. മൊത്തത്തിൽ നമുക്ക് 16 തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തി മാക്സിമം ഡിസ്കൗണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 1,36,000 രൂപ സേവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഓർഡർ വാല്യൂ വരുന്നുണ്ട്. മൊബൈലാണെങ്കിൽ 5000 രൂപയാണ് മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത്. 5000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും. അതും നമുക്ക് നോൺ EMI ഓർഡറിലാണ് കിട്ടുന്നത്. നോൺ EMI ഓർഡറിലാണെങ്കിൽ മാക്സിമം മൊബൈൽ കാറ്റഗറിയിൽ 1000 രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കുക. ഗ്രോസറി ആണെങ്കിൽ നമുക്ക് മിനിമം ഓർഡർ വാല്യൂ 2500 രൂപയാണ്. മാക്സിമം 300 രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കുക. ബേബി, അതുപോലെ തന്നെ പെറ്റ് പ്രൊഡക്റ്റ്, ഫാർമസി ആൻഡ് ഡെയിലി എസെൻഷ്യൽസ് ഒക്കെ ഈ ഒരു ഗ്രോസറി എന്ന്
പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മറ്റു കാറ്റഗറികൾ, മറ്റു എലിജിബിലിറ്റി കാറ്റഗറികളാണെങ്കിൽ മിനിമം ഓർഡർ വാല്യൂ 5000 രൂപയാണ്. മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1500 രൂപ വരെയാണ് മാക്സിമം ഒരു കാർഡിൽ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായി സാധിക്കുക. നെക്സ്റ്റ് വരുന്നത് ബോണസ് ഡിസ്കൗണ്ട് ആണ്. ബോണസ് ഡിസ്കൗണ്ട് വരുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ട് വാല്യൂവിനനുസരിച്ചാണ്. ഇപ്പോൾ ഓഫർ വേണമെന്ന് പറയുന്നത് 24,990 രൂപയ്ക്ക് മുകളിലുള്ള സിംഗിൾ ഓർഡർ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്കൊരു 500 രൂപ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. ഓഫർ 2 എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വാല്യൂ സിംഗിൾ ഓർഡർ 39,990 രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ 750 രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നേടാം. ഓഫർ 3 എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഓർഡർ വാല്യൂ 49,990 രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു 750 രൂപ ഡിസ്കൗണ്ട് നേടാം. ഇതൊക്കെ അഡീഷണൽ ഡിസ്കൗണ്ട് ആണ്. ഇതൊക്കെ കൂടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ 59,990 രൂപയ്ക്ക് മുകളിലുള്ള ഓർഡർ ആണെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഒരു 1000 രൂപ നേടാം. ഇനി ഓഫർ 5 എന്ന് പറയുന്നത് നമുക്ക് 99,990 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് 4000 രൂപ നേടാനായിട്ട് സാധിക്കും. ഈ ഒരു ബോണസ് ഡിസ്കൗണ്ട് നമുക്ക് എല്ലാ കാറ്റഗറിയിലും അവൈലബിൾ ആയിരിക്കില്ല. കാറ്റഗറി വൈസ് ആയിരിക്കും ഈ ഒരു ഡിസ്കൗണ്ട് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബേസ് ഡിസ്കൗണ്ട് ആണെങ്കിലും ബോണസ് ഡിസ്കൗണ്ട് ആണെങ്കിലും നമുക്ക് ഓഫർ പീരീഡിൽ 16 തവണ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് SBI കാർഡ്സിന്റെ ക്രെഡിറ്റ് കാർഡ് ആണ്. ക്രെഡിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ സെയിം രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബേസ് ഓഫർ പ്ലസ് ബോണസ് ഡിസ്കൗണ്ട് ആണ്. ബേസ് ഓഫർ ആണെങ്കിൽ നമുക്ക് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും, അപ് ടു 1750 രൂപ വരെ. അങ്ങനെ നമുക്ക് ഈ ഓഫർ പീരീഡിൽ 16 തവണ യൂട്ടിലൈസ് ചെയ്യാം. ബോണസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ് ടു 7000 രൂപ വരെ നേടാം. അതും ഈ പറഞ്ഞ രീതിയിൽ 16 തവണ ഈ ഒരു ഓഫർ പീരീഡിൽ നമുക്ക് യൂസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഫുൾ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ആണെങ്കിലും EMI ട്രാൻസാക്ഷൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഓഫർ നേടുവാനായിട്ട് സാധിക്കും. ഇനി SBI കാർഡ്സിന്റെ ബേസ് ഓഫർ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടിന്റെ കൂടുതൽ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ കാറ്റഗറിയിൽ മിനിമം ഓർഡർ വാല്യൂ 5000 രൂപയാണ്. മാക്സിമം ഡിസ്കൗണ്ട് നോൺ EMI ഓർഡർ ആണെങ്കിൽ 1000 രൂപ, EMI ഓർഡർ ആണെങ്കിൽ 1250 രൂപയാണ്. ഇനിയിപ്പോൾ ഗ്രോസറി ആണെങ്കിൽ മിനിമം ഓർഡർ വാല്യൂ 2500 രൂപയാണ്. നോൺ EMI ഓർഡർ ആണെങ്കിൽ 300 രൂപ, EMI ഓർഡർ ആണെങ്കിൽ 300 രൂപയാണ് മാക്സിമം നേടാൻ സാധിക്കുന്ന ഡിസ്കൗണ്ട്. മറ്റു കാറ്റഗറികളിൽ മിനിമം ഓർഡർ വാല്യൂ 5000 ആണ്. നോൺ EMI ഓർഡർ ആണെങ്കിൽ 1500 രൂപയും, EMI ഓർഡർ ആണെങ്കിൽ 1750 രൂപയുമാണ് നമുക്ക് നേടുവാൻ സാധിക്കുന്ന മാക്സിമം ഡിസ്കൗണ്ട്. പെർ കാർഡിൽ മാക്സിമം നേടാൻ സാധിക്കുന്ന ഡിസ്കൗണ്ട് 1750 രൂപയാണ്. ഓഫർ പീരീഡിൽ നമുക്ക് 16 തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ബോണസ് ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഓഫർ 1 19,990 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 200 രൂപ ഡിസ്കൗണ്ട് നേടാം. ഇനിയിപ്പോൾ 24,990 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് 500 രൂപ അഡീഷണൽ നേടാം. ഇനിയിപ്പോൾ 39,990 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 750 രൂപയും, 49,990 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് വീണ്ടും ഒരു ഇൻസ്റ്റന്റ് 750 രൂപ ഡിസ്കൗണ്ടും. ഇനിയിപ്പോൾ 59,990 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 1000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും അഡീഷണൽ നേടാം. ഇനിയിപ്പോൾ 99,990 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് 4000 രൂപയുടെ ഡിസ്കൗണ്ട് നേടാം. ഇനി നമുക്ക് ഓഫർ കിട്ടാത്ത കുറച്ച് കാറ്റഗറികളുണ്ട്. ഗിഫ്റ്റ് കാർഡ് പർച്ചേസ്, പിന്നെ പ്രീപെയ്ഡ് റീചാർജുകൾ, അതുപോലെ തന്നെ ബിൽ പേയ്മെന്റ്, ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ്, പിന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള മൊബൈൽ, അതുപോലെ തന്നെ TV, ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾക്കൊന്നും നമുക്ക് ഓഫർ കിട്ടില്ല. ആമസോൺ പേ ബാലൻസ് ലോഡിംഗ്, ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ, അങ്ങനെ കുറച്ച് ഈ കാണുന്ന കാറ്റഗറികളിലൊന്നും നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുകയില്ല. അതേപോലെ തന്നെ SBI കാർഡ്സിൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ SBI, അതുപോലെ തന്നെ ടാറ്റ കാർഡ് ഹോൾഡർ, അതായത് കോർപ്പറേറ്റ് കാർഡാണെങ്കിൽ നമുക്ക് അതിന് ഓഫർ കിട്ടുകയില്ല. പിന്നെ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിന് നമുക്ക് ഈ ഓഫർ കിട്ടുകയില്ല. പിന്നെ ഫ്ലിപ്കാർട്ട് SBI ക്രെഡിറ്റ് കാർഡ്, Paytm SBI ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുന്ന കോർപ്പറേറ്റ് കാർഡുകൾക്കൊന്നും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കാർഡുകൾക്കൊന്നും ഈ ഒരു ഓഫർ കിട്ടുകയില്ല. ഇനി ഫ്ലിപ്കാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്ത് കഴിയാൻ നേരം നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ താഴെയായിട്ട് അതിൽ കിട്ടുന്ന ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ കാണാം. നമുക്കത് ഇവിടെ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഓരോ പ്രൊഡക്റ്റുകൾക്കനുസരിച്ചും നമുക്ക് ലഭ്യമായിട്ടുള്ള ബാങ്ക് ഓഫേഴ്സിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ആപ്പിളിൻ്റെ iPhone 16 ആണ്. നമുക്കതിനകത്ത് ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് 3000 രൂപ ഓഫ് നേടാം. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ അതിന് 3000 നമുക്ക് ഓഫ് നേടാം. പിന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ആണെങ്കിൽ 2750 രൂപ, ഫ്ലിപ്കാർട്ട് SBI കാർഡ് ആണെങ്കിൽ 2750 രൂപ, ഭീം വഴിയുള്ള UPI പേയ്മെന്റ് ആണെങ്കിൽ 30 രൂപ. അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അത് ജസ്റ്റ് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഫർ അപ്ലൈ ആകും. ആ ഒരു പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്താൽ മതിയാകും. നിങ്ങൾ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തി പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ മിനിമം ഓർഡർ വാല്യൂ ചെക്ക് ചെയ്യുക. മിനിമം ഓർഡർ വാല്യൂ ഉണ്ടാകും ഓഫർ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മാക്സിമം ആ ഒരു പെർ ഓർഡറിൽ നേടാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിൽ ഒരു ക്യാപ്പ് ഉണ്ടാകും. ഇപ്പോൾ ആമസോൺ
ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അത് നോക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു ഓഫർ പീരീഡിൽ ഇത്ര തവണ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഓർഡർ ചെയ്യുന്നതിന് പകരം സ്പ്ലിറ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഓർഡർ വാല്യൂടെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ട്രാൻസാക്ഷൻ ടൈപ്പ് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഡെബിറ്റ് കാർഡിനാണോ ഓഫർ കൂടുതലുള്ളത്, ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണെങ്കിൽ EMI-ക്കാണോ നോൺ EMI ട്രാൻസാക്ഷൻ ആണോ ഓഫർ കൂടുതലുള്ളത്, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതനുസരിച്ചുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യുക. പിന്നെ വരുന്നത് എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് കാണും. അപ്പോൾ നിങ്ങൾക്ക് പഴയ ഡിവൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗമില്ലെങ്കിൽ അതുകൂടി എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഡിസ്കൗണ്ട് കൂടി നേടുവാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു ഡീൽ വർക്ക് ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി പ്രൊഡക്റ്റിന് ഒരു ഡിസ്കൗണ്ട് ഉണ്ടാകും. ഇപ്പോൾ ആമസോണിൽ iPhone 15 ആണെങ്കിൽ 69,900 രൂപക്കാണ് അതിൻ്റെ ലിസ്റ്റഡ് പ്രൈസ്. ഫെസ്റ്റിവൽ പ്രൈസ് 46,999 രൂപയാണ്. SBI കാർഡ്സിന് 10% ഡിസ്കൗണ്ട് നേടാം. അപ്പോൾ ഫൈനൽ എഫക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് 42,299 രൂപയാണ്. ഇനിയിപ്പോൾ ഓൾഡ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40,000 രൂപയിൽ താഴെ iPhone 15 വാങ്ങാനായിട്ട് സാധിക്കും. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതിൻ്റെ റേറ്റിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരാം. ഫ്ലിപ്കാർട്ടിലും സെയിം തന്നെയാണ്. ഇപ്പോൾ iPhone 16 ആണെങ്കിൽ 79,900 രൂപയാണ് അതിൻ്റെ ലോഞ്ച് പ്രൈസ്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് 51,999 രൂപയാണ്. ICICI എങ്കിൽ ആക്സിസ് കാർഡിൻ്റെ ഡിസ്കൗണ്ട് നമുക്ക് നേടാം. ഫൈനൽ പ്രൈസ് ഒരു 46,800 രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഓഫർ പീരീഡിൽ നമുക്ക് എങ്ങനെ മാക്സിമം ഡിസ്കൗണ്ട് നേടാം? ഒന്നാമതായിട്ട് ആദ്യം പറഞ്ഞ രീതിയിൽ കാർഡ് ഓഫർ കാർഡ് ബേസ് ചെക്ക് ചെയ്തതിനാണോ ബെറ്റർ ഡിസ്കൗണ്ട്, ആ പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക. പിന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ സെയിം പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് 2 പ്ലാറ്റ്ഫോമിലും ഉണ്ടെങ്കിൽ 2 പ്ലാറ്റ്ഫോമിൽ ഏതിലാണ് വിലക്കുറവ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഓർഡർ ചെയ്യുക. അല്ലാതെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതിരിക്കുക. പിന്നെ മുൻപ് സൂചിപ്പിച്ച പോലെ ക്യാഷ് ബാക്കിൻ്റെ ക്യാപ്പ് ചെക്ക് ചെയ്യുക. ക്യാപ്പ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സിംഗിൾ ഓർഡർ ട്രാൻസാക്ഷന് പകരം മൾട്ടിപ്പിൾ ഓർഡറായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്യാഷ് ബാക്കൊക്കെ കണക്കാക്കി ആ രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ iPhone അതുപോലെ തന്നെ MacBook പോലുള്ള നമുക്ക് പ്രീമിയം ബ്രാൻഡുകളിൽ നിന്നുള്ള ഡിവൈസൊക്കെ ആയിരിക്കും നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നത്. മറ്റു പ്രൊഡക്റ്റൊക്കെ ചിലപ്പോൾ അതിനേക്കാൾ വിലക്കുറവിൽ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കിട്ടും. ചില പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പ്രൈസ് കൂട്ടിയിട്ടിട്ട് ആയിരിക്കും അതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് ഈ ഒരു സെയിൽ ഇട്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ള കുറേ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സെയിലിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി ഡയറക്റ്റ് അതിൻ്റെ ഓഫർ പ്രൈസ് ഡ്രോപ്പ് കണ്ട് ഓർഡർ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് മറ്റു പ്ലാറ്റ്ഫോമിലെ ഓഫേഴ്സ് കൂടിയൊക്കെ നോക്കി പ്രൈസ് കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് അതിനായിട്ട് ഇപ്പോൾ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസും ഹയസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ പ്രൈസ് ലിസ്റ്റ് കൂടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അതിപ്പോൾ വാങ്ങണോ വേണ്ടിയോ എന്ന്. പിന്നെ പർച്ചേസ് ചെയ്യും മുമ്പ് സെല്ലറിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുക. പല പുതിയ സെല്ലേഴ്സും ജസ്റ്റ് ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് ടാർഗറ്റൊക്കെ ചെയ്തുകൊണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ട് ഫേക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ സെല്ലറിൻ്റെ റേറ്റിംഗ് നോക്കുക. വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ റിട്ടേൺ പോളിസി അതുപോലെ തന്നെ വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഈ ഒരു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി